ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഫുഡൊക്കെ കൊണ്ട് രോഹിത്തിന് കൊടുക്കാൻ പോകുമ്പോൾ തന്നെ രോഹിത്തിന് ഭയങ്കര ദേഷ്യമാവാനുണ്ട്. രോഹിത്ത് പറയാണ്, ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും പറയണ്ട, നിനക്ക് സൗകര്യമുള്ളപ്പോൾ നീ കഴിച്ചാൽ മതി. അതുകൊണ്ട് ഞാനിത് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഇന്നായാലും നാളെ ആയാലും നീ കഴിച്ചേ പറ്റൂ. എന്നെ കണ്ണെടുത്ത ബബിത പോലും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത്. മര്യാദയ്ക്ക് നിന്നോട് ഇവിടുന്ന് കൊണ്ടുപോകാനാണ് പറഞ്ഞതെന്ന് വീണ്ടും രോഹിത്ത് പറയാണ് കേട്ടോ. ഞാൻ എന്തായാലും കൊണ്ടുവന്ന ഭക്ഷണം തിരിച്ചു കൊണ്ടുപോകുന്നില്ല. പിന്നെ എന്താ നീ പിന്നെ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഇതിനു മുമ്പ് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നന്നായാൽ നിനക്ക് കൊള്ളാമെന്ന്. വീണ്ടും രോഹിത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അലീനയോട്. അലീന പറയാം, എന്തായാലും ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ, നിനക്ക് സൗകര്യമുള്ളപ്പോൾ നീ കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അലീന കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തിരിഞ്ഞ് താഴേക്ക് പോകാൻ ഇറങ്ങണതും രോഹിത്ത് ആ ദേഷ്യം കൊണ്ട് അതെല്ലാം കൂടെ വലിച്ച് താഴേക്കിട ഒരൊറ്റ പൊട്ടിക്കലാട്ടോ. അത് കണ്ട് അലീന പേടിച്ച് പറിച്ച് അങ്ങ് നിന്ന് പോവാണ്. കാരണം രോഹിത്ത് അങ്ങനെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് താഴെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണമോള് വന്നിട്ടുണ്ട്. കൃഷ്ണ നേരെ അകത്ത് കയറി വരപ്പോൾ ബബിത അവിടെ ഇരിക്കുക. ബബിതേച്ചി, എന്താ രോഹിത്തേട്ടൻ വന്നോ? ആ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്തിയേ? മേളിലുണ്ട്. ഓ, അപ്പം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഓടിച്ചല്ലേ പോയി നോക്കിക്കോ. അങ്ങനെ നേരെ പോവാണ് കേട്ടോ മേളിലേക്ക് കൃഷ്ണ. അവിടെ ചെല്ലുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് പേടിച്ച് പറിച്ച് നമ്മുടെ അലീന. എന്താ ചേച്ചി, രോഹിത്തേട്ടൻ എന്തിയെന്ന് ചോദിച്ച് അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന ബിസ്ക്കറ്റ്, ജ്യൂസ്, ചായ എല്ലാം അവിടെയെല്ലാം വലിച്ചെറിഞ്ഞ് വയറ്റെല്ലാം പൊട്ടിച്ചിട്ടേക്കാം. അയ്യോ, ഇതെന്നാ പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്താ രോഹിത്തേട്ടാ ഇത്? ദേ, മര്യാദയ്ക്ക് എൻ്റെ കണ്ണുമുന്നിൽ നിന്ന് പൊക്കോളണം. ഞാൻ കൊണ്ടുവന്ന സാധനമാണ് കൃഷ്ണമോളെ, അത് അവൻ നിർത്തി പൊട്ടിച്ചതാണ്. മോളെ വിഷമിക്കാതെ, നീ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, പോയി ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കഴിക്കുക. എന്നാലും എന്താ രോഹിത്തേട്ടാ ഇങ്ങനെ? നമ്മൾ എന്തോരം വിഷമിച്ചെന്നറിയോ? രോഹിത്തേട്ടൻ ജയിലിലായപ്പോൾ എങ്ങനെയെങ്കിലും രോഹിത്തേട്ടനെ വെളിയിലിറക്കാൻ വേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചു, എത്ര വിഷമത്തിലായിരുന്നു. എന്നിട്ട് വന്നു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ നമ്മളോട് പെരുമാറുന്നത്? മര്യാദയ്ക്ക് എൻ്റെ കണ്ണു മുന്നിൽ നിന്നോട് പോകാനാണ് പറഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ബാലചന്ദ്രൻ വരികയാണ്. വരുമ്പോൾ കൃഷ്ണയെ കാണുമ്പോൾ തന്നെ, എടി നീ എന്താ സ്കൂളിൽ നിന്ന് നേരത്തെ പോന്നേ? എനിക്ക് എക്സാം അല്ലേ അച്ഛാ, 2 മണിക്കൂറേ ഉള്ളൂ. 10 മണിക്ക് തുടങ്ങി 12 മണിയായപ്പോൾ എക്സാം കഴിഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ അവനെന്തിയെ? രോഹിത്ത് മേളിലുണ്ട്. അച്ഛൻ അറിഞ്ഞു കാര്യങ്ങൾ. അലീന ചേച്ചി ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തു, അതെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ആര്? അവനോ? അവൻ എന്തിൻ്റെ കേടാടി? എനിക്കറിയില്ല. വാ, നമുക്കൊന്ന് അവനെ ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മേളിലേക്ക് ചെല്ലാൻ പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് അവളോട് പറയാം, ഒരു കാര്യം ചെയ്യാം, അവനുള്ള ആഹാരങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അലീന പറയാം, വേണ്ട അച്ഛാ, അവന് വേണമെങ്കിൽ കഴിച്ചാൽ പോരെ, വേണമെങ്കിൽ അവൻ ചോദിക്കും അപ്പോൾ കൊടുക്കാം. അത് വേണ്ട. അവൻ വിചാരിക്കുമ്പോൾ എന്താ അങ്ങനെ? അവൻ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കാറിലിരുന്ന് സംസാരിച്ചപ്പോഴും അവൻ ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല. അവൻ എന്താ ഇങ്ങനെ? അവന് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവന് ഇറക്കിയെന്ന്. അവൻ അത്ര വലിയ നല്ല പിള്ളയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. എടി മോളെ, നീ അവന് കുറച്ച് ആഹാരമൊക്കെ എടുക്കുക. അങ്ങനെ ചോറും കറിയും ഒക്കെ ആയിട്ട് നേരെ കൃഷ്ണമോളും അലീനയോട് വരണ്ടാന്ന് പറഞ്ഞിട്ടോ. അലീന പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ട കലിയ, ഞാൻ വരുന്നില്ല. അങ്ങനെ കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ നേരെ മേളിലേക്ക് കയറി ചെല്ലാണ്. കഥക് തട്ടിയിട്ട് തുറക്കണേ ഇല്ല. കുറേ വഴക്ക് പറയുമ്പോഴാണ് രോഹിത്ത് കഥക് ദേഷ്യത്തോടെ വലിച്ചു തുറക്കണം. എന്താണ് നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ദേ, എന്നോട് മിണ്ടി സംസാരിച്ച് പോകരുത് ഒറ്റെണ്ണം. ഞാൻ അങ്ങനെ ചെയ്യും, പലതും ചെയ്യും. എന്താ നിങ്ങൾക്ക് എന്ത് കാര്യം? എന്ത് കാര്യമെന്നോ? എന്ത് വർത്തമാനാണോ നീ പറയണത്? തെറ്റ് ചെയ്ത് എന്നിട്ട് ജയിലിൽ ചെന്ന് കിടക്കുകയും ചെയ്തു. അവിടുന്ന് രക്ഷിച്ചെടുക്കാൻ വന്ന പാട്. എന്നിട്ട് നീ എന്ത് കോപ്രായ്മ ഇവിടെ കാണിക്കുന്നത്? ദേ, എനിക്ക് ആഹാരം വേണ്ട, ഒന്നും വേണ്ട, മര്യാദ പോവാനാണ് പറഞ്ഞത്, എനിക്ക് ഒറ്റ എണ്ണത്തിനെ കാണണ്ട എന്ന് പറഞ്ഞ് കഥ വലിച്ചടയ്ക്കുക കേട്ടോ. ബാലചന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അത് ശരി, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന വീട്, എൻ്റെ വീട്ടിൽ എൻ്റെ മുറിക്കകത്ത് കയറിക്കണം, എൻ്റെ ഇഷ്ടത്തിന് നീ അങ്ങ് കഥ കടച്ച് കിടക്കുക. നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടാ ഇവിടെ കഥക്? അങ്ങനെ അങ്ങ് നീ അടച്ചാൽ പറ്റില്ലല്ലോ. ഓരോരുത്തന്മാർ ഓരോ മാസമായിട്ട് തീ തിന്നുവാ, ഊണും ഉറക്കവും ഇല്ലാതെ ഒരുത്തനെ ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടി. എന്നിട്ട് വന്നിട്ട് അവൻ കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ? അങ്ങനെ നിന്നെ വിട്ടാൽ പറ്റില്ലല്ലോ. തുറക്കട അങ്ങോട്ടൊന്ന് കുറേ അടിക്കുന്നുണ്ട്. രോഹിത് തുറക്കണില്ല. അവിടെ ഇരുന്ന് കസേര എടുത്ത് ഡോറ് ചവിട്ടി പൊളിക്കുമ്പോൾ അടിച്ച് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോൾ തടയാ. അച്ഛൻ വേണ്ട, വിട്ടുകളാ മോളെ, അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഈ ആഹാരം അവൻ കഴിക്കുമല്ലെന്ന് എനിക്ക് അറിയണമല്ലോ, തുറക്കണമെന്ന് പറയാം. അവസാനം തുറക്കാൻ കേട്ടോ രോഹിത്ത്. എന്നിട്ട് പറയാണ്ട്, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്നെ എൻ്റെ പാട്ടിന് വിട്ടുകൂടെ? വന്നേക്കുന്നു എന്നെ ഉപദേശിക്കാൻ വേണ്ടി. നിങ്ങളാരും എനിക്ക് ആരുമല്ല. എടാ, അത് കൊള്ളാമല്ലോ, നീ അങ്ങനെ നിനക്ക് ആരുമല്ല നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? അതാ പറയണത്. ഒരു കാര്യം ചെയ്യ്, എടി കൃഷ്ണമോളെ, ഈ ആഹാരം നീ അകത്തേക്ക് കൊണ്ടുപോയിക്കേ, ഇവനെടുത്ത് എറിയോ എന്നെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞ്. വേണ്ട അച്ഛാ, നിന്നോടാ ഞാൻ പറയുന്നത് ആഹാരം കൊണ്ട് വയ്ക്കാൻ. അങ്ങനെ കൃഷ്ണമോൾ ആഹാരം എല്ലാം അകത്തേക്ക് കൊണ്ടുവയ്ക്കുക കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡോറ് വലിച്ചടയ്ക്കുകയാണ്. ആരാ? രോഹിത്തിനോട് പറയാനുണ്ട്, നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുക, നീ വലിയ നല്ല പിള്ളയാണോ, തെറ്റ് ചെയ്തിട്ടല്ലേടാ നീ ശിക്ഷ അനുഭവിച്ചതെന്നൊക്കെ പറയാം. ആരാ പറഞ്ഞ എന്നെ ഇവിടെ ഇറക്കാൻ, നിങ്ങൾ ആരാ എൻ്റെ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതിൽ രോഹിത്തും പറയാട്ടോ. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് രോഹിത്തിൻ്റെ, പ്രാർത്ഥന പോലെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ വരുവാണ് ബാലചന്ദ്രനും കൃഷ്ണമോളും. അവരെ പിടിച്ചിരുത്തി വല്ല ഇതിനൊക്കെ ആഹാരം കൊടുക്കുകയാണ് നമ്മുടെ അലീന. ആ സമയത്ത് അലീന പറഞ്ഞിട്ടുണ്ട് അവനെ നിർബന്ധിക്കണ്ട, അവന് വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേളിലൊരു അനക്കം കേൾക്കാട്ടോ. കൃഷ്ണമോളി മേളിലേക്ക് നോക്കുമ്പോൾ രോഹിത്ത് ഡോറ് തുറന്ന് വന്നിട്ടുണ്ട്. കൊണ്ടുവച്ച് ആ പ്ലേറ്റോട് കൂടി താഴേക്ക് എറിഞ്ഞ് പൊട്ടിക്കാനുള്ള ഭാവത്തിലാണ്. കൃഷ്ണമോൾ ഓടിപ്പോയി, രോഹിത്തേട്ടാ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ വന്ന് എടുത്തോളാം, ഇവിടെ അത് എറിഞ്ഞ് പൊട്ടിക്കല്ലേ. പറഞ്ഞു തീർന്നില്ല, അതിനു മുന്നേ അലീന ഓടി ചെല്ലുന്നുണ്ട്, ബാലചന്ദ്രനെ ഓടി ചെല്ലുന്നുണ്ട്, ബബിതയൊക്കെ ഓടി താഴെ നിന്നിട്ട് പറയണം രോഹിത്തേട്ട താഴേക്ക് എറിയരുതെന്ന്. പലതവണ പറഞ്ഞിട്ട് കേൾക്കാണ്ട് രോഹിത്ത് അത് മേളിൽ നിന്ന് ഒറ്റ ഏറ് കൊടുക്കാട്ടോ. താഴെ വീണ് അതെല്ലാം പൊട്ടി ചിതറി. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ എന്ത് അഹങ്കാരമായി കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നേരെ മേളിലേക്ക് കയറി ചെല്ലാൻ പോവാം. രോഹിതിനെ ഇന്ന് അടിച്ച് ശരിയാക്കണമെന്നും പറഞ്ഞ് തന്നെയാണ് കയറുന്നത് കേട്ടോ. പക്ഷേ അലീന തടസ്സപ്പെടുത്തി നിർത്തുകയാണ്. അച്ഛാ ദയവ് ചെയ്ത് ഇപ്പം അങ്ങോട്ട് പോകരുത്, അവനെ ഈ സമയത്ത് ദേഷ്യത്തോടെ അല്ല അവനോട് പെരുമാറണ്ട. എടി മോളെ നീ എന്നെ വിട്ടേ, അവൻ്റെ അഹങ്കാരം ഇന്ന് തീർത്തു കൊടുക്കണം. അച്ഛാ ഒന്ന് അടങ്ങ്, അവൻ എല്ലാവരും കൂടി ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, അവൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് മാനസികമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ട് വന്നവനാണ്. അവൻ ഈ കാണിക്കുന്ന ദേഷ്യമൊന്നും നമ്മളോടുള്ളതല്ല, നമ്മളോട് അവനൊരു ദേഷ്യമില്ല, അവനോട് തന്നെയാണ് ഈ ദേഷ്യമൊക്കെ തീർക്കുന്നത്. എല്ലാം തീരട്ടെ, കുറച്ച് സമയം കൊടുക്കച്ചാ, അവന് എല്ലാം നേരെയായി വരും. ഇല്ല മോളെ, ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നീ അങ്ങോട്ട് മാറിക്കേ. അച്ഛാ ഞാൻ പറയുന്നത് കേൾക്കാനല്ലേ അച്ഛനോട് പറഞ്ഞത്, ഇപ്പം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? അവനെ സമാധാനത്തോടെ തണുപ്പിച്ച് കൊണ്ടുവരല്ലേ വേണ്ടത്, അതിന് കുറച്ച് സമയം വേണം. ഇപ്പം ഈ കാണിക്കുന്ന ദേഷ്യവും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ദയവ് ചെയ്ത് അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് ബാലചന്ദ്രനെ പിന്തിരിപ്പിക്കാനോ അലീന. ഈ സമയത്ത് ശരണ്യയുടെ വീട്ടിലേക്ക് അവിടുത്തെ വനിതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കേസും കാര്യങ്ങളും അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡിയും അല്ലാതെ കുറച്ച് സംഘടനകളുടെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇവർക്ക് മൊഴിമാറ്റി പറഞ്ഞതുകൊണ്ട് ശരണ്യയോട് ഭയങ്കര ദേഷ്യം. അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശരണ്യരെ അച്ഛനും അമ്മയൊക്കെ പിടിച്ച് ശരിക്ക് കൊടയാട്ടോ, നിങ്ങൾ ഞങ്ങളെ അച്ഛനോടും അമ്മയോടും മോളോടും നമ്മൾ തത്ത പറയും പോലെ പഠിപ്പിച്ച് വിട്ടതല്ലേ എല്ലാവരുടെ പേരും പറയണമെന്ന്. എന്നിട്ട് അവിടെ പോയി അവൾ എന്ത് പണിയാണ് കാണിച്ചത്? അപ്പോൾ ഞങ്ങളിനി നിങ്ങളുടെ സഹായത്തിനൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ആരെങ്കിലും ഇനി സഹായിക്കാമെന്ന് വെച്ചാൽ അവർ ഞങ്ങളും പറഞ്ഞ് പിന്തിരിപ്പിക്കും. നോക്കിക്കോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയോ ഗവൺമെൻറ് ജോലിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? അതിനിടയ്ക്കാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചത്? ചതിച്ചല്ലേ നിങ്ങൾ? നിങ്ങളുടെ മകളോടും എനിക്ക് ഞാൻ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ക്രൂശിക്കുക കേട്ടോ. അപ്പോഴാണ് ശരണ്യ ഇറങ്ങി വരുന്നത്. എടി നീ എന്ത് പണിയാടി കാണിച്ചത്? ഞങ്ങളെ ചതിക്കാൻ വേണ്ടി നിനക്ക് എങ്ങനെ തോന്നി? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ രാവും പകലോട്ട് ഞങ്ങളിങ്ങനെ ഓടി നടന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശരണ്യ പറയാണ്, അത് മാഡം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്നോട് ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു പയ്യനെ ഇതിൽ കൊടുക്കുന്നത് ശരിയാണോ? അതിന് ഞാൻ സത്യം പറഞ്ഞു, അതാണോ? അതോ ഞാൻ ആ പയ്യനെ ചതിക്കണോ? പറ. ആ പയ്യൻ രോഹിത് എന്ന് പറയുന്ന പയ്യൻ എന്നെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല. അതിന് എതിരായിട്ട് നിന്നതുകൊണ്ട് മറ്റുള്ളവർ അവനെ തടഞ്ഞ് പൂട്ടി വയ്ക്കുക ചെയ്തത്. അങ്ങനെ ചെയ്ത അവനെയും കൂടെ ഞാൻ ഇതിലേക്ക് വലിച്ചിടണോ? പറ. സത്യം മറച്ചു വെച്ച് ജീവിതകാലം മുഴുവനും ഞാനിങ്ങനെ വിഷമിച്ച് നടക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളാരും എൻ്റെ കൂടെ വിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നും ജീവിച്ച് പോകണമെന്നൊക്കെ. ഞാനതൊക്കെ സഹിച്ചോളാം. എനിക്ക് വേണ്ടി ആരും ഇനി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരന്തം വിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ശരണ്യ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ചതിച്ചു എന്ന്. നിങ്ങളല്ല ഞാൻ ചതിച്ചത്. ഞാൻ ആ പയ്യന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മൊഴി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പയ്യനെയാണ് ചതിക്കേണ്ടി വന്നത്. അതല്ലേ സത്യം? പറ എന്നൊക്കെ ഇങ്ങനെ ശരണ്യ ധൈര്യത്തോടുകൂടി ഇവരുടെ മുഖത്ത് നോക്കി ചോദിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ ടീച്ചറുടെ എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.